ചില ആളുകൾക്ക് ലെതർ സോഫയാണ് ഇഷ്ടം, ചില ആളുകൾക്ക് ഫാബ്രിക് സോഫയാണ് ഇഷ്ടം. അപ്പോൾ ലെതറും അല്ല ഫാബ്രിക്സും അല്ല, സെമി ഫാബ്രിക്സ് ആണ്. എന്താ ഈ സോഫയിൽ ആവശ്യത്തിന് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഇരിക്കുമ്പോൾ? പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് തൈ സപ്പോർട്ടാണ്. തൈ സപ്പോർട്ടാണ്, യെസ്. കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ടുള്ള ഒരു സോഫ വാങ്ങിക്കുക. കാരണം അവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇതിലും നമ്മൾ ഡുവൽ ടോൺ ആണ് കളർ കൊടുത്തിട്ടുള്ളത് അല്ലേ? സ്റ്റിച്ചിങ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ വീണ്ടും പറയട്ടെ, സോഫയിൽ കിടക്കണം എന്നില്ല. നോക്കുമ്പോൾ അതിന്റെ അലൈൻമെന്റ് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ആഷിദ് എന്തൊരു ഭംഗിയടാ. എന്നെയാണോ? ആഷിദിനും ഭംഗിയുണ്ട്, ആഷിദ് വിൽക്കുന്ന സോഫയും ഭംഗിയുണ്ട്. ഇത് നമ്മുടെ നിതീഷിന്റെ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കിയ സോഫയാണ്. ഇതെന്താ നിതീഷിന് ഉണ്ടാക്കിയ വെച്ചാല് നമ്മൾ ഇത്രയും നല്ല സോഫ ഉണ്ടാക്കിയിട്ട് നിതീഷിനെ ഒന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ ആയി പോകൂലേ? തീർച്ചയായിട്ടും. എന്താ ഈ സോഫയിൽ ആഷിദിനെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് ഇരിക്കുമ്പോൾ? പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് തൈ സപ്പോർട്ടാണ്. തൈ സപ്പോർട്ടാണ്, യെസ്. ഞാനും അതിനെ പറയാൻ വന്നത്. അതായത് നമ്മൾ ഈ ചില ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് കാറുകളിലൊക്കെ, പുതിയ അപ്ഡേറ്റഡ് കാറുകളിലൊക്കെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇരിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ലെംബാർ സപ്പോർട്ടിന് ഇങ്ങനെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മനുഷ്യന്മാർക്ക് വളരെ കംഫർട്ടാണ്. പല ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ ഒരു സുഖമില്ലാത്ത ഇങ്ങനത്തെ സപ്പോർട്ടുകൾ ഉണ്ടാവില്ല. കാലിന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ വീട്ടിലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ടുള്ള ഒരു സോഫ വാങ്ങിക്കുക. കാരണം അവർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന നടുവേദന വരാനുള്ള ഒരു കാരണം നമ്മൾ ഇരിക്കുന്ന സോഫയിലൊന്നും ഈ ഒരു ലെംബാർ സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലേ? ഇതിന്റെ ഒരു കളർ കോമ്പിനേഷനെ പറ്റി ആവശ്യത്തിന് എന്താ അഭിപ്രായം ഉള്ളത്? അധികം എവിടെയും ചെയ്തു വരാത്തൊരു പാറ്റേൺ ആണല്ലേ? സാധാരണ സിംഗിൾ കളറിലാണ് എല്ലാവരും സോഫ നോക്കാറ്. ഇത് നല്ല വൃത്തിയുള്ള ഒരു പാറ്റേൺ ആയിട്ട്, ഒരു വൃത്തിയുള്ള പാറ്റേൺ അല്ലേ? അതായത് ആ ബ്ലൂ ഷെയ്ഡ് വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ന്യൂട്രൽ സ്റ്റൈലിലാണ് ഇതിന്റെ ഒരു മൊത്തത്തില് മേക്കിംഗ് ഉള്ളത്. എനിക്കൊരു കണ്ണിൽ കുത്തുന്ന കളറുകളൊന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും ഇതിന്റെ പോക്കറ്റ് സ്പ്രിംഗ് ആണോ? ആ പോക്കറ്റഡ് സ്പ്രിംഗ് ആണ്. ബാക്കിൽ റെക്രോൺ ഫിൽ ചെയ്തിട്ടുണ്ട്. വുഡൻ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. മഹാഗണി വുഡൻ, ട്രീറ്റഡ് മഹാഗണി. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സോഫ, ഇതുപോലെ ഒരു നല്ല മഹാഗണിയുടെ കോഫി ടേബിള്. ഇത് ആരെയാണ് കോഫി ടേബിള്? ഇത് നമ്മുടെ കമ്പനി തന്നെയാണ്. അപ്പോൾ ഈ നിതീഷൊക്കെ നമ്മളെ കമ്പനിയുടെ ഡയറക്ടേഴ്സാണ്, ഷൈസനൊക്കെ ഡയറക്ടറാണ്. അപ്പോൾ ആഷിദ് അവരെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നല്ല ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ? ഈ ഉള്ളിലേക്ക് ഗ്ലാസ് വരുന്നത് എപ്പോഴും ഒരു എലഗൻസി ഫീൽ ചെയ്യാറുണ്ട്. പല പ്രൊഡക്റ്റുകളും ഒരു ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന പ്രതലം ഒന്ന് നന്നാക്കണം. അത് ഹൈലൈറ്റഡ് ആകുമ്പോഴാണ് ഇതിന് ഈ ഭംഗി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ടൈലിന്റെ മുകളിൽ ഇടാതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. ഒരു സോഫ കൂടി കാണിക്കാം അല്ലേ? ആ സോഫയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലോ? ഇതിന് വുഡന്റെ ഡിസൈനാണ് മെയിനായിട്ട്. വുഡന്റെ ഡിസൈനാണ്. ഇതിലും നമ്മൾ ഡുവൽ ടോൺ ആണ് കളർ കൊടുത്തിട്ടുള്ളത് അല്ലേ? സ്റ്റിച്ചിങ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് ഈ വില കുറഞ്ഞ സോഫകൾ വരുമ്പോൾ വുഡൻ ബീഡിങ്ങുകൾ കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ ഒരു ഭംഗി കുറവ് നമുക്ക് അതിൽ ഫീൽ ചെയ്യായിരുന്നു. ഇപ്പോൾ പൊതുവെ ഈ ഒരു വുഡൻ ബീഡിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന്റെ ഭംഗി. സോഫയുടെ സൈസ് കോർണർ 34 ഇഞ്ചാണ് ഇതിന്റെ കോർണറിന്റെ സൈസ് വരിക. സീറ്റിന്റെ സൈസ് 21 ഇഞ്ചാണ് വരിക. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് വരുന്നത് അഡീഷണൽ ബോർഡർ കൂടെ വരുമ്പോൾ ഇതിന് 12 ഇഞ്ച് വരുന്നുണ്ട്. സാധാരണ 7 ഇഞ്ചാണ് വരാറ്. അപ്പോൾ 7, 21, 34 ഇതിന്റെ സൈസുകൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. പക്ഷേ ഇതിന്റെ സൈഡ് ഈ ബോർഡർ കൂടി വരുമ്പോൾ ഇതിന് കുറച്ച് സൈസ് ആയിട്ടുള്ള രീതിയിലുള്ള നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഇഞ്ചും കൂടി കൂടുതലുണ്ട്. 12 ഇഞ്ചിലാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സോഫയില് എപ്പോഴും ഇങ്ങനത്തെ ഒരു ഭാഗമാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെയൊക്കെ ചാരി ഇരിക്കാം, കാല് കയറ്റി ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ വീണ്ടും പറയട്ടെ, സോഫയിൽ കിടക്കണം എന്നില്ല. ഇങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. കിടക്കുമ്പോൾ അതിന്റെ അലൈൻമെന്റ് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. സോഫ TV കാണുന്നിടത്തൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കാം, കാല് കയറ്റി വെച്ചിരിക്കാം, കാല് കയറ്റി വെച്ചിരിക്കാം. പലപ്പോഴും അത്തരം സോഫകൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള സോഫകൾ തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു കളർ സോഫ 2 സോഫകൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള പുതിയ സോഫകൾ, അത്തരത്തിലുള്ള വീഡിയോസ് വരുന്നുണ്ട്. അത് കാണുന്നതിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു ഫർണിച്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇന്റീരിയർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു.